നമസ്കാരം എല്ലാവർക്കും. ജ്യോതിസ് പള്ളിക്കുന്നല്ല ഇന്നത്തെ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പലസ കഴിഞ്ഞ് ആന്ധ്രാപ്രദേശിൽ കയറി. ഇന്ന് പുലർച്ചെയാണ് ആന്ധ്രയിൽ കയറിയത്. ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് പലസയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ യാത്രയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നമുക്കിന്ന് യാത്ര തുടങ്ങാം. ഇന്നലെ മറ്റേ ഒറീസയിൽ കയറി കഴിഞ്ഞിട്ട് ഒറീസയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണ സമയത്ത് ബരാംപൂര് സാറുണ്ടായിരുന്നു രാത്രി. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ വണ്ടി സൈഡാക്കി ഇട്ടിട്ട് അവിടെ ഒരു 3-4 മണിക്കൂർ കിടന്ന് സാറൊരു 12 മണി 1 മണിയായി സാറ് പോയപ്പോൾ പിന്നെ എടുത്ത് പോകുന്നു അവിടെ വണ്ടി. അപ്പോൾ നമുക്കിനി യാത്ര തുടങ്ങാം. നമ്മളെ വണ്ടി എടുത്തിവിടുന്ന് പോവണം. അവിടെ വണ്ടി ചേർത്ത് വെച്ചാലേ കാലത്ത് തന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഇൻട്രോ ഇടണം, പിന്നെ നമ്മുടെ കാലത്തെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിനൊക്കെ സൗകര്യത്തോടെ വണ്ടി നിർത്തിയതാ. പാടങ്ങളൊക്കെ കൃഷിയെല്ലാം കഴിഞ്ഞ് സെറ്റപ്പായിട്ട് ഇറങ്ങണം. അടുത്ത കൃഷി ഇപ്പോൾ ഉടനെ ഇറങ്ങുവര്. അങ്ങ് ദൂരെ നോക്കിയ മല. ഇതാണ് ആന്ധ്രാപ്രദേശിലെ പുലർക്കാല കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഒരു കുറച്ചുകൂടെ 10 മണി കാണുന്ന ഒട്ടക്കത്തെ ചൂടാവൂട്ടോ. അപ്പൊ കുഴപ്പമൊന്നുമില്ല, നൈസ് സാധാരണ പോലെയാണ്. ഒരു ഉച്ചയ്ക്ക് അവിടുത്തെ ഒട്ടക്കത്തെ ചൂടാവും. വണ്ടം മല നോക്കിയ, പാറക്കൂട്ടം നോക്കിയ, പാറയുടെ അതിനിടയ്ക്ക് പച്ചപ്പൊക്കെ ഉണ്ട്. നല്ല നീളത്തിൽ കിടക്കണോ അവിടെ തൊട്ടിട്ട് നല്ല നീളത്തിലാ. നമ്മുടെ മുമ്പിൽ നോക്കിയാ ഉരുളൻ കല്ലുകൾ ഇരിക്കണ നോക്കിയാ, ഒരു സേഫ്റ്റിയിലാണോ കല്ലിരിക്കണോണ്ടാ. ദൂരെ കല്ലരിക്കണ നോക്കിയ പാറ കഷ്ണങ്ങളാണ്. പാറ അവിടെ ദൂരെ കാണുന്ന പാറയൊക്കെ തുറന്നു തുടങ്ങിയ ആൾക്കാര്. ഇവിടെ കോറി മാഫിയ കയ്യേറി. സൈഡില് പാടങ്ങള്, താഴത്ത് അടിവശത്തെ പാടവും ആ കാണുന്ന മല തുറന്ന് ഒരു പരുവത്തിലാക്കി കോറി മാഫിയ. ഇവിടെയൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ മാധ്യമ ജീവികളും അതേപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണ ജീവികൾ അങ്ങനത്തെ ജീവികളൊന്നും ഇല്ലാത്ത കാരണം കോറി മാഫിയ ആർക്ക് വേണമെങ്കിലും എന്ത് വേണം കാണിക്കാം. അതുകൊണ്ടാണോ തുറന്നൊരു പരുവത്തിലാക്കിയത്. നമ്മളങ്ങനെ ഇപ്പൊ തക്കാളി ഉണ്ടോ, തക്കാളി അല്ലേട്ടോ, തക്കാളി ഇതൊക്കെ ഇപ്പൊ ഈ അടുത്ത് വന്നുള്ള ഫ്ലൈ ഓവറുകളൊക്കെ ഒന്ന് നോക്കിയാ എന്തോ ഒരു അമ്പലം എന്തോ കൊണ്ടുണ്ട്. അത് കൊന്നോ ഇതും അതിന്റെ ആവശ്യമുണ്ട്. മണ്ണൊക്കെ ഇട്ടിച്ച് നിരത്തി എടുക്കുവര്. നരസന്നപ്പേട്ട നമ്മളങ്ങനെ നരസന്നപ്പേട്ട ഇത്തരാണ് നരസന്നപ്പേട്ട. നരസന്നപ്പേട്ട കഴിഞ്ഞു നമ്മള്. പാടങ്ങളൊക്കെ പാറക്കൂട്ടങ്ങളുണ്ടോ, പാറ ഇവിടെ പാറ പൊട്ടിച്ച് തുടങ്ങി. പൊട്ടിച്ച് തുടങ്ങിയവര് മൊബൈല് കാണാൻ മുകളിലുണ്ട്. JCB ചാച്ചിന്റെ മുകളില് ഓരോന്നൊരു കോലത്തിലാക്കും. ഇനിയിപ്പോ അവിടെ അമ്പലം ഉണ്ട് കേട്ടോ. അതൊക്കെ ഉരുളൻ കല്ലുകളാണ് ഇരിക്കുന്നത്. വിവേകാനന്ദന്റെ പ്രതിമ നോക്കിയ പ്രതിമ അവിടെ നമ്മുടെ ഭാരതത്തിന്റെ കൊടി.
നമ്മളങ്ങനെ ഇപ്പൊ ശ്രീകാക്കുളം 4-5 വർഷം മുന്നേരൊക്കെ ശ്രീകാക്കുളം ടൗണിൽ കൂടെ പോകണത്. ഇപ്പൊ നമുക്ക് ബൈപ്പാസാണ്. മാത്രമേ ശ്രീകാക്കുളം ബൈപ്പാസ് കൂടെ ഉണ്ടോ? ശ്രീകാക്കുളം ടൗൺ ഈ ഭാഗത്താണ്. നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന ഇടതേ ഭാഗത്താണ്. നമ്മളങ്ങനെ ഇപ്പൊ ശ്രീകാക്കുളം ബൈപ്പാസിന്റെ എക്സിറ്റ് ഓവറായിട്ടാ. ഇവിടുന്ന് ഇടത്തെ ഭാഗത്തേക്ക് 2 കിലോമീറ്റർ ശ്രീകാക്കുളം. ഈ ശ്രീകാക്കുളമൊക്കെ ബൈപ്പാസ് വന്ന കാരണം വീട് മാറ് വേണ്ടാതെ വന്നതേ ലെവലിൽ പോകുന്നുണ്ട്. അതൊക്കെ പുതിയ പുതിയ വീടുകളൊക്കെ വരണം, ഫ്ലാറ്റുകൾ വരണം. അതൊക്കെ റിയൽ എസ്റ്റേറ്റ് മാഫിയ കയ്യേറിയിട്ട് പാടങ്ങളൊക്കെ നികത്താൻ വേണ്ടിയിട്ട് ഇവരും നമ്മളെ പട്ടിണിക്കിടും തോന്നുന്നുണ്ട്. ഇവര് ആന്ധ്രക്കാര് പ്ലോട്ടുകളാക്കി തിരിച്ചുള്ളത് തെറ്റപ്പാ. വണ്ടമ്മനോ വെച്ച് ഹൈവേടെ തടി കാണണത് നല്ല നീളത്തിലുണ്ട്. പോലെ നല്ല നീളത്തിലുണ്ട്, നല്ല മരമുണ്ട്. മാന്തോട്ടങ്ങളാണ്, മാന്തോട്ടം. മാവ് കഴിഞ്ഞ് തെങ്ങ്, അതിനിടയ്ക്ക് കോഴി ഫാമാണ് കാണാം. കോഴി ഫാമാണ്. വിജയനഗരം. ഈ വിജയനഗരം വഴിക്കാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടില്ലേ, കട്ടക്കിൽ നിന്ന് സാമ്പൽപൂര്, ബീഹാർ, പാട്നയൊക്കെ പോലെ. അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞ വണ്ടി ഇവിടുന്ന് തിരിഞ്ഞു പോവാം. വിജയനഗരം വഴിക്കും കട്ടക്ക് പോകാണ്ട് വിജയനഗരം വഴിക്കും സാമ്പൽപൂര്, റാഞ്ചി, പാട്ന, നേപ്പാളൊക്കെ പോവാം. പക്ഷേ ഇതേപോലെ ഇനി വിജയവാഡയിൽ നിന്ന് പോകാൻ, രാജമന്ത്രിയിൽ നിന്ന് പോകാം. ഞാനെപ്പോഴും പോകാറുള്ള വിജയവാഡ വഴിക്കാം. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലമല്ലേ, ഇതേപോലെ സെയിം ഇതേ അവസ്ഥ. ബിൽഡിങ്ങുകൾക്ക് ചെറിയ മാറ്റമുള്ളൂ. ഇതേപോലത്തെ ഒരു സ്ഥലം ആസാമിൽ ഗുവാഹട്ടി കഴിയുമ്പോൾ ജോരാബട്ടും ഉണ്ട്. ജോരാബട്ട് ഇതേപോലെ സെയിം ഇതേപോലെ തന്നെ. ഈ ബിൽഡിങ്ങും എല്ലാം ഇത് ഏറെക്കുറെ ഇതേപോലെ തന്നെ സെയിം ഒരു സ്ഥലമുണ്ട്, ജോരാബട്ട്. നമ്മളങ്ങനെ വിശാഖപട്ടണം ബൈപ്പാസിലേക്ക് കയറാൻ പോകണുണ്ടോ? നമ്മളിപ്പോ തിരിയൊന്നുമില്ല, നമ്മൾ ഈ ഹൈവേ കൂടെ തന്നെ പോകും. ആദ്യം ഈ ഹൈവേന്ന് തിരിഞ്ഞു പോകണമായിരുന്നു. ഇപ്പൊ നമ്മൾ എങ്ങനെ തിരിയണം, നമ്മൾ ഈ ഹൈവേ കൂടെ തന്നെ പോകും. വിശാഖപട്ടണം 23 വിശാഖപട്ടണം ഇപ്പൊ ലെഫ്റ്റിലേക്ക് പോകാനാണ് വഴി ഇട്ടേക്കണേ. ഒരു 4 കൊല്ലം മുന്നേ വരെ നമ്മളായിരുന്നു ലെഫ്റ്റിലേക്ക് പോകേണ്ടത്. വിശാഖപട്ടണം നേരെ തന്നെയായിരുന്നു. വിശാഖപട്ടണം കാണിച്ചു തരാവേ. ഇപ്പൊ ആ വണ്ടി തിരിയണുണ്ടോ? ആ വണ്ടി തിരിയണ വഴിക്ക് നമ്മൾ തിരിയണമായിരുന്നു. നമുക്ക് നേരെ ഒന്നും പോകാൻ അലൗഡല്ല. നമുക്കിപ്പോൾ ഈ വഴി നമ്മൾ നേരെ പോകാൻ പാടില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം. ലെഫ്റ്റ് തിരിഞ്ഞപ്പോൾ നമ്മളൊരു പാലത്തിലേക്ക് ഒന്ന് കയറും. ആ പാലത്തിനവിടെ നമ്മൾ വലത്തോട്ട് പോകണമായിരുന്നു. പാലത്തിനടിയിൽ കൂടെ നമ്മൾ വലത്തോട്ട് പോകണമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വഴി ലെവലാക്കി സ്ട്രെയിറ്റ് ആക്കി നമ്മൾ നേരെ തന്നെ പോകും. വിശാഖപട്ടണത്തേക്ക് തിരിഞ്ഞു പോകണം. വിശാഖപട്ടണം തൊട്ടപ്പുറത്താണ് തിരിയണം. ഇവിടെ നിന്നല്ല തൊട്ടപ്പുറത്ത് തിരിയാം. ആ പഴയതുപോലെ ബോർഡൊക്കെ വെച്ചിട്ട് അനകാപ്പള്ളി കണ്ടോ വലത്തോട്ട്. നമ്മൾ നേരത്തെ അനകാപ്പള്ളിക്കായിരുന്നു പോകുന്നത്. നമുക്കിപ്പോൾ പോകേണ്ടത് അനകാപ്പള്ളിക്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ വലത്തോട്ട് തിരിയില്ല, നമ്മൾ നേരെ തന്നെ പോകും. അതായത് ഈ വഴി ലെവലാക്കിയപ്പോൾ നേരത്തെ നമ്മൾ നേരെ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ റൈറ്റ് തിരിഞ്ഞത് ഇപ്പം നമ്മൾ കയറാൻ പോണ പാലത്തിൻ്റെ അടിയിൽ കൂടെ തിരിഞ്ഞു പോകണമായിരുന്നു. എടാ ആ കാറൊക്കെ പോണത് വിശാഖപട്ടണത്തേക്കാണ്, വിശാഖപട്ടണം ടൗണിലേക്ക്. അപ്പോൾ നമുക്ക് വിശാഖപട്ടണം ടൗൺ ടച്ച് ആവാണ്ട് നേരെ ഇപ്പോൾ അനകാപ്പള്ളിയുണ്ട്. അനകാപ്പള്ളിയുണ്ട്. ഇവിടെ നോക്കിയ ബോർഡ് നേരെ നമ്മൾ എങ്ങനെ തിരിയണ്ട, കാരണം വഴി ലെവലാക്കിയപ്പോഴേ കണ്ടോ. ഓക്കെ, കുറേ വീടുകൾ അതിൻ്റെ അടിയിൽ ഒഴിക്കാൻ മണ്ണ് മാഫിയ. മണ്ണ് തുറന്നു പറഞ്ഞെങ്കിൽ അവിടെ വീട് പണിയാനാവും. മൊത്തം തുറന്നെടുക്കണോ? അല്ല വീട് പണി നമ്മളെ സ്ഥലല്ലേ, പിന്നെ എന്ത് ചെയ്യാലേ? അതിൽ പോകണാണ് ഒരു 4 ലൈൻ. ഇതായിരുന്നു പഴയ വിശാഖപട്ടണം റോഡ്. നമ്മൾ നേരെ പോകണോ, നേരെ പോകണ്ട് ഇങ്ങനെയായിരുന്നു വിശാഖപട്ടണത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറയില്ല, പാലത്തിനാണ് തിരിഞ്ഞു പോകണം. അത് ഈ പാലാണ്, ഈ പാലത്തിനാണ് ഇവിടെ നമ്മൾ തിരിഞ്ഞു പോകണം. ഒരു വീടുകളെന്ന് നോക്കിയാൽ
എന്നൊക്കെ ഇട്ടിച്ച് തുറന്നെടുത്തോണ്ടിരിക്കണ്. വണ്ണ പാടക്കൂട്ടണ്ടാ പറയാ നമ്മളാ മലയുടെ തൊട്ടടുത്തത് മുകളിൽ പാറയാണ്. എന്നാലും പച്ചപ്പൊക്കെ കാണാൻ കേട്ടോ. കുന്നു നോക്കിയാൽ തുറന്ന് മണ്ണൊന്നും കേട്ടോ, പാറകൾ മാത്രമേ ഉള്ളൂ. മട്ടിയാണ് മട്ടി തുറന്നായ കോലത്തിലാക്കിയത്. നമ്മളങ്ങനെ പനകാപ്പള്ളി ബൈപ്പാസ് തീരാൻ പോകണ്ടോ, കഴിയാറായി. അധികം ദൂരമില്ല. വിശാഖപട്ടണം അമ്മയടത്തോട്ട് നമ്മളൊക്കെ കഴിയാൻ പോകുന്ന ഒന്നുമില്ല. നമ്മൾ ഈ വഴിക്ക് നേരെ തന്നെ പോവും. നമ്മളെങ്ങോട്ട് മാറില്ല. നമ്മളിപ്പോൾ ഈ വഴിക്ക് വന്നേരം നമുക്ക് ഒരു ടോള് കൂടി, ഒരു ടോൾ കേട്ടോ. എന്നാൽ വിശാഖപട്ടണം വഴിക്ക് നേരത്തെ പഴയ വഴി കൂടെ വരുമ്പോഴും അവിടെ ഉണ്ട്, അവിടെ ഒരു ടോള്. ഇവിടെ 2 ടോളായി. പിന്നെ അവിടെ വിശാഖപട്ടണം ടൗണിൽ പോലീസുകാർ 200, അത് കൈക്കൂലില്ല കേട്ടോ. കേസ് 200 രൂപ കേസ് കയറുന്നത്. അതിപ്പോൾ 300 ആയിട്ടും. എത്ര വേഗം വണ്ടി ഓടിയെത്തി. അങ്ങനെ നമ്മൾ പിന്നെ എങ്ങോട്ടും മാറിയിട്ടില്ല. ഇതാണ് അനകാപ്പള്ളി. അനകാപ്പള്ളി ടൗണിലേക്ക് ഇവിടെ നിന്ന് വലത്തോട്ട് പോകണം. വലത്തോട്ട് നമുക്ക് ടൗണിൽ പോകണം. അവിടെ ബൈപ്പാസ് വയ്ക്കും. ബസ് ഇറങ്ങി വരണുണ്ടോ, മറ്റേ ട്രാവലർ പോലത്തെ വണ്ടി. അതാണ് അനകാപ്പള്ളി ടൗൺ. ഇതെന്തോ അമ്പലക്കാരുടെ വണ്ടിയാവുന്നുണ്ട്. നമ്മൾ അനകാപ്പള്ളിക്ക് കേട്ടോ. മാരകായുധങ്ങൾ വിൽക്കണോ, മാരകായുധങ്ങൾ. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഇവിടെ ഇപ്പുറത്തുണ്ട് കേട്ടോ. സർദാർമാരും മാരകായുധങ്ങൾ വിൽക്കണം. വടിവാള് സാധനമൊക്കെ. അത് കുണ്ടകളൊന്നും അല്ല കേട്ടോ. ഇവിടെ കുറേ ഉണ്ട് സർദാർമാർ. ഏത് കിണറിന്റെ മുമ്പില് കേട്ടോ. വടിവാള്, കത്തി, ഏത് ടൈപ്പ് സാധനം വേണം കാണാം. വടിവാളുണ്ട്, വടിവാള്. ഇറങ്ങിപ്പോയി വീട് എടുക്കാൻ നേരം സമ്മതിക്കില്ല. അതിന് ഞാൻ ഇറങ്ങിപ്പോയി വീട് എടുക്കാത്തത്. എന്റെ ഓട് പോണോ നോക്കിയാ എന്തിനാ വീതി. നമ്മുടെ വണ്ടിയുടെ 1.5 വീതി ഉണ്ട്. അപ്പൊ ഒരു ഓപ്പത്തിന് ബൈക്കാരൻ കയറി ഇറങ്ങിയ. ബൈക്കുകാരും സാധനം ഈ മറ്റേ ഈ കൽക്കരി കരികളിൽ എന്തോ പറഞ്ഞ സാധനം. അത് ഇലമഞ്ചലി പെട്രോൾ പമ്പ്. നമുക്ക് എല്ലാ സൗകര്യമുള്ള പെട്രോൾ പമ്പ്. കുളിക്കാനും കിടക്കാനും ഉറങ്ങാനും എല്ലാ സൗകര്യമുള്ള പമ്പാണ്. ആകെ 3 ചക്രമുള്ളൂ. അവൻ ഒപ്പത്തിനൊപ്പം പിടിക്കണം. വലിയ വണ്ടി ലോറിയുടെ ഒപ്പം വരവുണ്ട്. അവനെ കയറിയിട്ട് ഒപ്പം പിടിക്കാൻ ഓട്ടോക്കാരൻ. നല്ല ബെസ്റ്റ് ഗംഭീര ചൂടാ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ചൂടാ. എവിടെ തണൽമരണ്ട് അവിടെ എല്ലാ വണ്ടിക്കാരും ഒത്തിട്ടേക്കുക. ഓണം പിന്നെ അമ്മാര് ചൂടാന്ന്. ഈ സ്ഥലമാണ് തുണി. നമ്മളങ്ങനെ തുണി എത്തിയാണ്. തുണി ഈ സ്ഥലത്തിന് പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ നാട്ടില് ഈ എക്സൈസ്, ഫോറസ്റ്റ് ഒക്കെ കഞ്ചാവ് പിടിച്ചു നമ്മൾ പേപ്പർ കേൾക്കാറില്ലേ. അപ്പോൾ അല്ലേ ആന്ധ്രയിലെ തുണിയിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്നത്. അതാണ് ഈ തുണി. ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് കഞ്ചാവ് വരുന്നത് മുഴുവൻ. ഇവിടെയൊക്കെ ധാരാളം കഞ്ചാവ് തുറക്കാൻ. ഈ ഒറീസ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന കഞ്ചാവ് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ടാണ് പല സ്ഥലങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അതിലൊരു സ്ഥലത്താണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. ഇതാണ് തുണി. ഇവിടുന്ന് അടുത്തോട്ടാണ് തുണി ടൗണിലേക്ക് പോവുക. ഇവിടുന്ന് അടുത്തോട്ട് പോകുന്നതാണ് തുണി ടൗണിലേക്ക് പോകാൻ. തുണി തുണി നമ്മൾക്ക് ബൈപ്പാസ് വഴിക്കാണ് നമ്മൾ പോവുക. തുണി ടൗണിലുള്ള
തുണിയിലെ ബൈപ്പാസിലെ മലകളാണ്, മലകൾ ഒക്കെ പാറ എല്ലാം കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. തുണി നമ്മളെ തുണിയുടെ ഭാഗങ്ങൾ കഴിഞ്ഞു കേട്ടോ. നമ്മളങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിക്കാൻ നിർത്തി ഈ ഹോട്ടലിൽ ഇപ്പോഴാണ് ഇവിടേക്ക് മാറ്റി പറഞ്ഞത്. ആദ്യം പുറകിലായിരുന്നു. ഇവിടെ നല്ല അടിപൊളി ഭക്ഷണം കേട്ടോ. നല്ല ഭക്ഷണവും ചോറും പിന്നെ ചിക്കനും എല്ലാം ഉണ്ട്. അവിടെ കൂടി 100 രൂപ. അടിപൊളി ഭക്ഷണം, കുഴപ്പമില്ല. നമ്മളിവിടുന്ന് ഉച്ചയ്ക്ക് വരുമ്പോൾ ഇവിടുന്ന് കഴിക്കാറ്, കുഴപ്പമില്ല. നല്ല ഭക്ഷണം അവിടുത്തെ. ഇതിപ്പോൾ ഇങ്ങോട്ടിപ്പോൾ മാറ്റി പറഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. നമ്മളങ്ങനെ ചോറുണ്ട് കേട്ടോ. ഇന്ന് ആന്ധ്ര മീൽസാണ്. വണ്ടിയുടെ പുറത്ത് നിർത്തിയേക്കണം. ഇനി ഭക്ഷണം കഴിക്കില്ല കേട്ടോ. ഇവിടെ കണ്ട പഴയതുപോലെ ഇവിടെ ലോറിക്കാരൻ അധികം ഭക്ഷണം കഴിക്കാൻ നിർത്താറ്. ചോറിൻ്റെ കൂടെ ചിക്കൻ പീസും ഉണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചെടുത്ത് പോട്ടെ. നല്ല ഗംഭീര ചൂട് നോക്കാനായിട്ട് പൊന്നോ, ഉരുകണം മനുഷ്യൻ, ഉരുക. ഇതായിരുന്നു പഴയ അന്നാവരം ആർട്ടോ ചെക്ക് പോസ്റ്റ്. ഇത് വണ്ടികൾ നിൽക്കണോണ്ടാ. ഇവിടെ ആയിരുന്നു പഴയ അന്നാവരം ആർട്ടോ ചെക്ക് പോസ്റ്റ്. ഇതിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി തേക്കാം, എന്താ അറിയില്ല. അപ്പോൾ ചെക്ക് പോസ്റ്റ് കയറാം. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അങ്ങോട്ട് മാറ്റി. അങ്ങനെ നമ്മൾ അന്നാവരം ഇവിടുന്ന് വലത്തോട്ട് പോകുന്നതാണ് അന്നാവരം. ഇപ്പോൾ വണ്ടി തിരിഞ്ഞ് പോകണ്ട. ഇതാണ് തിരിഞ്ഞില്ല, നേരെ പോയി. ഇതാണ് അന്നാവരം ടൗണിലേക്ക് പോകണ വഴി. ഇവിടെ അതൊരു ഫേമസ് ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ യാത്രയുടെ അന്നാവരം ബൈപ്പാസിലൂടെ പാടങ്ങളെല്ലാം നികത്തി വീടുകൾ വെച്ചോളാം. പാടങ്ങളൊക്കെ തിരിച്ചോളാം. അപ്പോൾ കണ്ടോ സോളാറുണ്ടോ, സോളാർ. നമ്മളങ്ങനെ അന്നാവരം ആർട്ടോ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗങ്ങളായിട്ടാ. ഇതാണ് അന്നാവരം ആർട്ടോ ചെക്ക് പോസ്റ്റ്. അത് പിരിവാണ്, പിരിവാണ് ഇവിടെ. നമ്മളങ്ങനെ പോട്ടെ വണ്ടി എടുത്തിട്ട്. ഇവിടെ 400 രൂപ ഇവിടുത്തെ പിരിവ്. ചെറുവണ്ടിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ മിനിറ്റിലൂടെ 6 രൂപ ചാടിച്ച് പോവാം. ചെറുവണ്ടിക്കൂടെ 100 രൂപ മേടിക്കും, അത് വേറെ വിഷയം. ചെറുവണ്ടികളെ ചാടിച്ച് പോകുമ്പോൾ ഞാൻ മാത്രം എണ്ണം പറഞ്ഞ് ചാടിച്ച് പോരെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെന്താ ഇതൊക്കെ ഈ വെയിൽ കാരണം വണ്ടികൾ ഒതുക്കിയിട്ടാണ് കത്താണ്ടല്ലോ. നോക്കി എത്ര ദൂരം നോക്കി, നല്ല ഗംഭീര ചൂടാ. വണ്ടികളെല്ലാം ഒതുക്കിയിട്ടാണ്. മരം കാണുന്നിടത്തൊക്കെ വണ്ടികൾ നിർത്തിട്ടേക്കും. ഓ നമുക്ക് ആ ഗ്യാപ്പിൽ നമുക്ക് കയറ്റി നിർത്താൻ ഗ്യാപ്പ് തരണം. ചൂടെന്ന് പറഞ്ഞില്ല, ഗംഭീര ചൂട്. ഞാനാണ് വണ്ടി ഒതുക്കാറ് സ്ഥലം കിട്ടി. അപ്പോൾ ഇവിടെ നെയ്സായിട്ട് ഒതുക്കി. ഒരു 5 മണി 6 മണിയായിട്ട് എടുത്ത് പോകണുള്ളൂ. ഇതാ ഇവിടെ സൈഡാക്കി. ഇവിടെ നമ്മളെ വലിയ കലാപില്ല, വണ്ടിയാണെങ്കിൽ നന്നായിട്ട് ഒതുങ്ങിയാണ് നിൽക്കുന്നത്. ചെറിയ ഗംഭീര ചൂട് എന്ന് പറഞ്ഞാൽ ഗംഭീര ചൂട് കാരണം വണ്ടിയുടെ ഒതുക്കിയതാ. ഇപ്പോഴേ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എടുത്ത് പോകാൻ വെച്ചിട്ടാ. വളരെ വണ്ടി എടുത്ത് പോകട്ടെ. നല്ല വെയിലൊക്കെ ഒന്ന് മാറി. ഞാനേ കുറച്ചേരം കിടന്ന് ഉറങ്ങിപ്പോയി. നെൽപ്പാടങ്ങള് അങ്ങനെ രാജമന്ത്രി ആവാറായി. പാടങ്ങള് റിയൽ എസ്റ്റേറ്റ് പോലെ കൊടുക്കാൻ വേണ്ടി ആക്കിയിട്ടാണ് അത് കാണണ്ട. പാടങ്ങളാണ്, പാടമൊക്കെ ഒരു പ്ലോട്ടുകളാക്കി തിരിച്ചിട്ടേക്കാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആന്ധ്രക്കാര് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജമന്ത്രി നമ്മുടെ നാട്ടിലേക്ക് അരി വരുന്നൊരു സ്ഥലമാണ്, കേരളത്തിലേക്ക് അരി വരുന്നൊരു സ്ഥലമാണ് രാജമന്ത്രി. ഇപ്പം നമ്മൾ രാജമന്ത്രി ആവാറായി. അങ്ങനെ സന്ധ്യയായി തുടങ്ങി, വഴിവിളക്കുകളെല്ലാം തെളിഞ്ഞു തുടങ്ങി. ഇവിടെ ഒന്നും പിന്നെ എല്ലാ സ്ഥലത്തൊന്നും വഴിവിളക്കൊന്നും ഇല്ല കേട്ടോ.
ടൗൺ ഏരിയകളിൽ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പുതിയ ഹൈവേകളിലൊക്കെ ചെറിയ സ്ഥലങ്ങളിലും വഴികളൊക്കെ ഉണ്ട്. ഞാനിങ്ങനത്തെ എൻ്റെ വീഡിയോ നിർത്തണം കേട്ടോ. നല്ല ഇരുട്ടായി. രാജമന്ത്രിക്ക് ഇനി ഒരു 15 കിലോമീറ്റർ ഉണ്ട്. എന്താ പകല് കിടന്ന് ഉറങ്ങി. പകല് 2 മണിയൊക്കെ കൊണ്ട് നിർത്തിയ വേണ്ടി. അത് പറ്റണ്ടേ, കാരണം അതുപോലെ ചൂടാ. ഒറ്റ വണ്ടി റോഡില്ല. ആ നേരത്തെ നമ്മൾ ഓടി ഇല്ലേ കാരണം നിർത്തി. കാരണം നമ്മൾ വണ്ടിയുടെ ആരോഗ്യം കൂടെ നോക്കണ്ടേ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമ്പോൾ ഇനി നാളെ വരാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ നിർത്തട്ടെ കേട്ടോ.